ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനെന്താ ഇവിടെ കുറച്ച് എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ ഉണ്ട്, മല്ലിൻ്റെ ഇല ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുതിനൻ്റെ ഇല ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനാണ്. ഇത് വേപ്പിച്ചിട്ടില്ല, ഉണ്ടോ, വേപ്പിച്ചിട്ടില്ല. അതുപോലെ ഒരു 6-7 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേപ്പിച്ചെടുക്കണം. ഉണ്ടോ, അതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, വെള്ളയില്ലാണ്ട് എടുക്കണേ, തീരെ വെള്ളയില്ലാണ്ട്. നല്ലൊരു എഗ്ഗ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വലിയ പേരൊന്നുമില്ല, പേരൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള വേണ്ടി നമുക്കിത് അരച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കണേ, ഉപ്പിട്ട് കൊടുത്തിട്ട് അരക്കാവുള്ളൂ. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മിക്സിൻ്റെ ചെറിയ ജാറില്ലേ, അതെടുത്താലും മതി കേട്ടോ, അരക്കാം. ഞാനിതാ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്, മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ അരച്ച് വെച്ച ചിക്കനോട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്, എഗ്ഗ്. ഇനി എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ അരച്ച് വെച്ച ചിക്കനില്ലേ, ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് അതിനെ ഇതിങ്ങനെ വയ്ക്കിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ പനീറില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് കണ്ടോ, എന്നിട്ട് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഈ കോഴിമുട്ടയില്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. കണ്ടോ, ഒരു പീസും കൂടി 2 കോഴിമുട്ട വെച്ചിട്ട് അങ്ങ് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഇരിക്കില്ലയോ എന്തെങ്കിലും മതി. കണ്ടോ, കുറച്ച് വലിയ ഇതാ, അതേപോലെ കണ്ടോ, ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് ഞാൻ 2 ഇരിക്കിലി എടുത്താണ്, 1 ഇരിക്കിലി എടുത്താലും മതി. കണ്ടോ, അതേപോലെ നെക്സ്റ്റും ചെയ്തെടുക്കാം. നമുക്ക് വലിയ പണിയൊന്നുമില്ല, എളുപ്പം കഴിയും. ഒക്കെ ആദ്യം ചെയ്ത് വെച്ചാൽ മതി. കോഴിമുട്ടൊക്കെ ആദ്യം അവിടെ പുഴുങ്ങി വെച്ചാൽ മതി. ഉണ്ടോ, ചീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് ഇതാക്കി കൊടുക്കുക. കണ്ടോ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കോഴിമുട്ട എടുക്കുക, ഒരു പീസ് എടുത്ത് നെക്സ്റ്റ് ഒരു പീസും കൂടി എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഈർക്കില്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ, കാരണം ഇത് പൊരിച്ചെടുക്കേണ്ടതാണ്, അതിനെക്കൊണ്ടാണ് ഇതൊക്കെ കുത്തി കൊടുക്കുന്നത്. കണ്ടോ, നമുക്കിതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇതിനൊന്ന് മൈദയിൽ മുക്കി കൊടുക്കുക. ഉണ്ടോ, ഇതുപോലെ മുക്കിയാൽ മതിയാ മൈദയിൽ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച് കോഴിമുട്ടയില്ലേ, എഗ്ഗ്, അതിൽ മുക്കുക. നല്ലോണം മുക്കി കൊടുക്കണേ. എന്നിട്ട് ഇതാ, ഇതിന് ബ്രെഡ് ക്രംസിലങ്ങിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും പൊരിച്ചെടുക്കുക. ബ്രെഡ് ക്രംസ് കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് കൊടുത്താൽ മതിയേ. ബ്രെഡ് ക്രംസ് ഇതിന് മേലെ കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. നേരെ എണ്ണയിലേക്ക് ബ്രെഡ് ക്രംസ് കുറച്ച് ജാസ്തി ഇട്ട് കൊടുക്കണേ, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഉണ്ടോ,
അങ്ങനെ വാങ്ങുന്നില്ല, നേരെ എണ്ണയിലേക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. എണ്ണയിലേക്ക് വെച്ച് വെക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ചെയ്യണേ. ഇത് നല്ലോണം ഇരുന്ന് ഇത് നമുക്ക് നിർത്താം. കണ്ടോ, അടുത്തെടുത്ത് വെക്കാം. ഒരു മഴയൊന്നുമില്ല, അതേപോലെ തന്നെ മൈദയെല്ലാം മുക്കി കൊടുത്താൽ ഇത് എന്നിട്ട് നമ്മൾ കോയമുട്ടയിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലാണ് മുക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞു. ബ്രെഡ് ക്രംസിലാണ്, ബ്രെഡ് ക്രംസ് ഞാൻ മേലെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മൊരിഞ്ഞിട്ട് നമ്മൾ പൊരിച്ചതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നിങ്ങൾക്ക് മയണൈസ് ഇഷ്ടമാണെങ്കിൽ മയണൈസ് കൂട്ടി കഴിക്കുക, അതല്ല സോസ് കൂട്ടിയിട്ടാണെങ്കിൽ സോസ് കൂട്ടി കഴിക്കുക, എന്ത് കൂട്ടിയിട്ട് കഴിക്കട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഒരു പണിയൊന്നുമില്ല. ആദ്യം തന്നെ കുറച്ച് കോഴിമുട്ട അവിടെ പുഴുങ്ങിയെടുത്താൽ മതി. കണ്ടോ, പിന്നെ ചിക്കൻ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. എളുപ്പം പണി കഴിയും. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. പോരാ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ദീർഘിലേക്ക് ഊരിപ്പോന്താ ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ തീ ഒന്ന് ചെറുതാക്കി വെക്കണം. ചിക്കനുള്ളിൽ പച്ചയല്ലേ, അപ്പോൾ അതൊന്ന് വേണ്ടേ. തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ബൈ.